എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സായുടെ അടുത്തേക്ക് കാക്കാഷി മാസ്റ്റർ വരികയാണ്. അപ്പോഴായിരിക്കും ടീം 15 ബന്ധപ്പെട്ട് എന്തോ ഒരു കംപ്ലൈന്റ് കാക്കാഷി കാണുക. ഉടനെ കാക്കാഷി ആളാണെങ്കിൽ ആ പഴയ ഫോട്ടോഗ്രാഫറിന്റെ രൂപത്തിലേക്ക് മാറി ആ ടീമിന്റെ അടുത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ പരസ്പരം വഴക്കുണ്ടാക്കി അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് അത് വളരെ മോശമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ബോക്സ് ഒക്കെ അങ്ങനെ ഒറ്റയ്ക്കെടുത്ത് അത് മുഴുവൻ താഴെയിട്ടും തർക്കിച്ചും ബഹളം വെച്ചും അവരങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും കാക്കാഷി മാസ്റ്റർ ആളിതെല്ലാം കണ്ട് അവിടേക്ക് വരിക. ഇവിടെ ആ പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ അവരോട് 3 പേരോടും ദേഷ്യപ്പെടും. നിങ്ങൾ 3 പേരും ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പുറത്താക്കി ഞാൻ മറ്റു ഗനിയൻ ടീമുകളെ പോസ്റ്റ് ചെയ്യും. അത് കേട്ട് അവർ ടെൻഷനായി. ഇപ്പോ അവര് 3 പേരും ആ പോസ്റ്റ് മാസ്റ്ററിനോട് സോറി പറയാണ്. ആ പോസ്റ്റ് മാസ്റ്റർ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവര് 3 പേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അടിയടി ഫൈറ്റ്. അപ്പൊ അതിൽ ഹോക്കി എന്ന് പേരുള്ള ഒരുത്തൻ അവൻ ഒരുപാട് ദേഷ്യപ്പെട്ട് ദൂരേക്ക് നടന്നു പോവും. അത് കണ്ട കാക്കാഷി മാസ്റ്റർ ആള് സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വരാണ്. അവന് കാക്കാഷി മാസ്റ്റർ മുൻപ് ഇതേ രൂപത്തില് അക്കാദമിയിൽ വന്നത് ഓർമ്മയുണ്ട്. പക്ഷെ അത് കാക്കാഷി മാസ്റ്റർ ആയിരുന്നു എന്നവൻ അറിയില്ല. അവനിപ്പോ ആളെ കണ്ട് ഹായ് ഒക്കെ പറഞ്ഞ് ആളോട് സംസാരിക്കുകയാണ്. കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ ക്യാഷ്ലായിട്ട് അവനോട് സംസാരിക്കും. അതിനുശേഷം പ്രശ്നങ്ങൾ ഒന്നൊന്നായി ചോദിച്ചു മനസ്സിലാക്കും. ആക്ച്വലി അവൻ കാക്കാഷിയുടെ വലിയൊരു ഫാനാണ്. ഇപ്പോ അവരുടെ ടീം ക്യാപ്റ്റൻ അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ടീമിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ലീഡർ സ്ഥാനവും ഇവനാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അവന്റെ ഏറ്റവും വലിയ സങ്കടം അവൻ പറയുന്നത് ആരും അവന്റെ ടീംമേറ്റ്സ് കേൾക്കുന്നില്ല എന്നതാണ്. അവനങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കാക്കാഷിയോട് പറയുമ്പോഴായിരിക്കും സാറയുടെയും ബൊറൂട്ടോയും അവർ 2 പേരും ആ ഓഫീസിലേക്ക് വരിക. ബൊറൂട്ടോ ഓടി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പാഴ്സൽ ബോക്സസ് അത് ചെക്ക് ചെയ്യും. അതിനുശേഷം ഡൗട്ട് തോന്നിയ ഒരു ബോക്സ് അവൻ ഓപ്പൺ ചെയ്യും. അതിന്റെ ഉള്ളില് അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു ബോംബുണ്ട്. അടുത്ത നിമിഷം ബൊറൂട്ടോയും സാറയുടെയും അവർ 2 പേരും ചേർന്ന് ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അത് കണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ടീം 15 മെമ്പേഴ്സ് അവരും അവരുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ഉടനെ ബൊറൂട്ടോയും സാറയുടെയും പറയും ആ ബോംബ് വെച്ചതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരുന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതും അത് ഡിഫ്യൂസ് ചെയ്തതും. ആ വില്ലനെയും ഞങ്ങൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവാബിയാൻ ടീം അവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ആ കാര്യമൊക്കെ അറിഞ്ഞ് ഇപ്പൊ പോസ്റ്റ് മാസ്റ്റർ ആള് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് അവരോട് താങ്ക്സ് പറയും. ആക്ച്വലി നിങ്ങൾ കറക്റ്റ് ടൈം വന്നതുകൊണ്ടാണ് വലിയൊരു ആപത്ത് നിന്ന് രക്ഷപ്പെട്ടത്. അതിന് ബൊറൂട്ടോയും അവരെ തിരികെ ആശ്വസിപ്പിച്ച് ഇപ്പൊ അവിടുന്ന് കടന്നു പോകും. അതിനുശേഷം ഹോക്കിയെ വിട്ട് അവന്റെ 2 ടീംമേറ്റ്സും അവിടുന്ന് ദേഷ്യപ്പെട്ടു പോവാണ്. ഒറ്റപ്പെട്ടു പോയ അവന്റെ അടുത്തേക്ക് ഇപ്പൊ കാക്കാഷി ആള് വീണ്ടും വന്ന് അവനോട് സംസാരിക്കും. നീ എന്നെങ്കിലും അവർ 2 പേരും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു ടീമായി പ്രവർത്തിക്കുമ്പോൾ ഉറപ്പായിട്ടും നിന്റെ ടീംമേറ്റ്സിന്റെ ഐഡിയ അത് കേൾക്കാനും അതിനനുസരിച്ച് പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാനും നീ കടപ്പെട്ടവനാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ടീം കറക്റ്റായിട്ട് മുൻപോട്ടേക്ക് പോകൂ. അപ്പോഴായിരിക്കും അവന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് അവൻ 1 സെക്കൻഡ് ചെയ്യുക. ആക്ച്വലി എല്ലാവരുടെയും ജോലി അത് എളുപ്പമാക്കാനും സ്പീഡപ്പ് ആക്കാനുമായിരുന്നു അവർ കഷ്ടപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ എന്താ അവര് പ്രതീക്ഷിക്കാതെ എല്ലാവരുടെ കൈവിട്ടു പോയി. അവന്റെ കുറ്റബോധം കാണുമ്പോൾ കാക്കാഷി അവനോട് പറയും നിനക്ക് ആക്ച്വലി ലോർഡ് 6നെ കുറിച്ച് അറിയോ? ആക്ച്വലി നിന്നെപ്പോലെ തന്നെയാണ് അദ്ദേഹവും ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നു. ആവശ്യമില്ലാത്ത റൂൾസ് റെഗുലേഷൻസ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വലിയ വലിയ അബദ്ധങ്ങളും ഒരുപാട് പേരുടെ ജീവനും അദ്ദേഹം കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുശേഷം ലോർഡ് 6 അവന്റെ തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ തയ്യാറായി. സോ നീയും മാപ്പ് പറയണം. എനിക്കൊരു കാര്യം അറിയോ? ആക്ച്വലി സ്റ്റാമ്പ് ഇല്ലാത്ത ബോക്സിലായിരുന്നു ആ ബോംബ് അതുണ്ടായിരുന്നത്. അത് കേട്ട് അവൻ ഷോക്കാവും. അപ്പോഴായിരിക്കും അവൻ ഓർമ്മ വരിക അവരുടെ കയ്യിലുണ്ടായിരുന്ന ബോക്സിൽ 3 ബോക്സിൽ സ്റ്റാമ്പ് ഉണ്ടായിരുന്നില്ല. ഉടനെ അവർ ടെൻഷനായി. ഇപ്പൊ കാക്കാഷിയും അവനും അവർ 2 പേരും ആ പോസ്റ്റ് മാസ്റ്ററിനോട് ആ ബോക്സുകളെ പറ്റി ചോദിക്കുകയാണ്. ആള് പറയും അത് ഓൾറെഡി ഡെലിവേർഡ് ആയി പോയി. ഉടനെ ഹോക്കി ആണെങ്കിൽ അവന്റെ പിണങ്ങിപ്പോയ ടീംമേറ്റ്സിനെ തിരികെ വിളിക്കും. അതിനുശേഷം അവരെല്ലാവരും പ്ലാൻ ചെയ്ത് ആ ഡെലിവേർഡ് ആയ ബോക്സുകൾ അത് കണ്ടുപിടിക്കാനായി ഇറങ്ങിത്തിരിക്കും. അവരുടെ ടീം വർക്ക് അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി ആ ബോംബ് ഇരിക്കുന്ന സ്ഥലം അതവര് കണ്ടെത്തും. ആ ബോംബ് കണ്ട് റങ്ക അവനാണെങ്കിൽ ഒരു ഷീൽഡ് പോലുള്ള സാധനം കയ്യിലെടുക്കും. ഹോക്കിക്ക് കാര്യം പിടികിട്ടി. അവൻ ആ ബോംബ് മുഴുവനായിട്ട് എടുത്ത് റങ്കയ്ക്ക് നേരെ വലിച്ചെറിയും. അവൻ ആ ബോംബ് കറക്റ്റായിട്ട് ഷീൽഡ് വെച്ച് ക്യാച്ച് ചെയ്ത് മുകളിലേക്ക് അട്ടിച്ച് തെറിപ്പിക്കും. അത് മുകളിൽ നിന്ന് പൊട്ടി താഴെയുള്ള ഒന്നിനും ഒരു പോറല് പോലും ഏൽക്കാതെ നമ്മുടെ ആൾക്കാര് കറക്റ്റായിട്ട് ആ 3 ബോംബുകളെയും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് അവരുടെ ടീം ഫോർമേഷൻ അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി അവർ വലിയൊരു ആപത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചു. അപ്പോഴായിരിക്കും കാക്കാഷി ആളുടെ റിയൽ ലുക്കിൽ അവിടേക്ക് വരിക.
ആളിപ്പോ അവരെ 3 പേരെയും അഭിനന്ദിക്കും. അതിനുശേഷം അവരെ 3 പേരെയും കാക്കാഷി ഇപ്പൊ സായുടെ അണ്ടറിൽ അവൻ അസിസ്റ്റൻസായി വർക്ക് ചെയ്യാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ദിവസങ്ങൾക്ക് ശേഷം കൊനോമാരു, സാറഡ, ചോച്ചോ അവര് 3 പേരും ഇപ്പൊ തിയേറ്ററിലിരുന്ന് ഒരു ലവ് സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള സിനിമ കാണുകയാണ്. ഫിലിമിന്റെ അവസാനം നായകനും നായികയും അവർ രണ്ടുപേരും രണ്ട് വഴിക്കായി ആ സിനിമ അവസാനിച്ച് നമ്മുടെ ആൾക്കാർ പുറത്തേക്ക് വരും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ പടം തീരെ ഇഷ്ടാവില്ല. പക്ഷെ സാറടയും ചോച്ചോയും അവർക്ക് ആ പടം ഭയങ്കര ഇഷ്ടമായി. അവർ ആ ഫീലിങ്സില് അങ്ങനെ വിഷമിച്ച് നിൽക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ചോച്ചോയോടും സാറടയോടും ആ ഫിലിമിനെ കുറിച്ച് 150 പറഞ്ഞ് 100 പറഞ്ഞ് പോരിഞ്ഞ അട്ടിയടി ഫൈറ്റ്. സാറടയും ചോച്ചോയും ആ മൂവിയെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൻ അങ്ങനെ ഓടി വന്ന് ഇപ്പൊ കൊനാമാരുവിന്റെ അടുത്ത് ആ മൂവിയെ കുറിച്ച് പറയും. ഇത്രയും വൃത്തികെട്ടൊരു പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ക്യാഷ്വലായി സംസാരിച്ച് മുൻപോട്ടേക്ക് നടക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു പെൺകുട്ടിയെ കുറെ പേര് ചേർന്ന് പിടിക്കാനായിട്ട് ഓടിക്കുന്നത് അവർ കാണുക. കൊനാമാരുവും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. കൊനാമാരു ആണെങ്കിൽ അവൾ അങ്ങനെ ക്യാച്ച് ചെയ്ത് ഇപ്പൊ ദൂരത്തേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. അതിനുശേഷം കൊനാമാരു സേഫായ ഒരു സ്ഥലത്തേക്ക് അവളെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവള് പറയും, താങ്ക് യു വെരി മച്ച്. കറക്റ്റ് ടൈമിൽ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ അത് വളരെ മോശമായേനെ. മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് ഈ ഗ്രാമം മുഴുവൻ കാണാനായിട്ട് കഴിഞ്ഞു. ഇങ്ങനെ ഒരു പുതിയ എക്സ്പീരിയൻസ് എനിക്ക് തന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. കൊനോമാരു ആണെങ്കിൽ ഇപ്പൊ അവളോട് നീ ആരാണ്, എന്താണ്, എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കും. അതിനവള് പറയും, ഞാൻ ഈ ഗ്രാമം മുഴുവൻ ചുറ്റിക്കാണാനാണ് ഇവിടേക്ക് വന്നത്. അതിനിടയിൽ അവരോട് വഴി ചോദിച്ചു. പെട്ടെന്ന് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ചേഞ്ചായി അവരെന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പേടിച്ചോടിയത്. കൊനാമാരു അവളെ സമാധാനിപ്പിച്ച് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ബർഗർ അവൾക്ക് കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ബൊറൂട്ടോ ആണെങ്കിൽ 3 സ്പെഷ്യൽ ബർഗർ അവിടേക്ക് കൊണ്ടുവരും. അവളത് കഴിച്ചു നോക്കും. അതിന്റെ ടേസ്റ്റ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. പക്ഷെ കൊനാമാരുവിന് മാത്രം ആ ബർഗർ ഒട്ടും ഇഷ്ടാവില്ല. അവനിപ്പോ അത് തുപ്പാനായിട്ട് തുടങ്ങും. അതിനുശേഷം വീണ്ടും ബൊറൂട്ടോയും കൊനോമാരുവും അവർ രണ്ടുപേരും ചേർന്ന് അവളെ ആ ഗ്രാമം മുഴുവൻ ചുറ്റി നടന്ന് കാണിക്കാൻ തുടങ്ങും. ഗ്രാമമൊക്കെ ചുറ്റിക്കണ്ടും ഡംപ്ലിങ്സ് ഒക്കെ കഴിച്ചും ഒരുപാട് കുശലമൊക്കെ പറഞ്ഞും ഇപ്പൊ സമയം സെക്കൻഡ് മിനിറ്റുകൾ മണിക്കൂറുകളായി കടന്നു പോയിക്കൊണ്ടേയിരിക്കും. കൊനോമാരു ആണെങ്കിൽ അവളുടെ തലയിൽ ചൂടാൻ ഒരു ക്ലിപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ഒരു പാറയുടെ മുകളിലേക്ക് അവളെ കൈ പിടിച്ചു കൊണ്ടുവരും. അതിനുശേഷം അവിടെ നിന്ന് ആ ഗ്രാമം മുഴുവൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. വാവ്, ഈ വില്ലേജ് അത് ശരിക്കും അടിപൊളിയാണെന്ന് പറഞ്ഞ് അവൾ കണ്ണിമ വെട്ടാതെ ഓരോ കാഴ്ചകളും കണ്ട് രസിക്കും. കൊനോമാരു വീണ്ടും വീണ്ടും വാ തോരാതെ സംസാരിക്കും. അവന്റെ ഗ്രാൻഡ് പേയെ കുറിച്ചും അവന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും അങ്ങനെയെല്ലാം. അവൾ ആ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് നോക്കാൻ മറക്കും. കാലൊരു കല്ലിൽ തട്ടി അവളിപ്പോ താഴേക്ക് വീഴാണ്. അത് കണ്ട കൊനോമാരു അവളെ 2 കൈയും ചേർത്ത് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് പ്രണയ പരവശരായി അങ്ങനെ മുഖത്തോട് മുഖം നോക്കും. ബൊറൂട്ടോ അത് കണ്ടുന്ന് മനസ്സിലാക്കിയ ഉടനെ അവർ രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ പരസ്പരം തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിൽക്കും. പിന്നീട് വീണ്ടും അവർ ഒത്തിരി സ്ഥലം ചുറ്റിക്കണ്ട് അങ്ങനെ സമയം പോവും. അവള് പറയും, അയ്യോ ഇപ്പൊ തന്നെ ഒരുപാട് സമയം കടന്നുപോയി, എനിക്ക് തിരികെ പോവാൻ സമയമായി. അവളത് പറയുമ്പോഴേക്കും മുൻപ് കണ്ട ആ 5 പേര് അവരവിടേക്ക് ഓടി വന്ന് അവളെ റൗണ്ട് ചെയ്യാണ്. അപ്പോഴായിരിക്കും അവൾ പറയാ, ഐ എം സോറി, ഞാൻ നിങ്ങളോട് കള്ളം പറയായിരുന്നു. ഇവരെല്ലാവരും എൻ്റെ വീട്ടിലുള്ള വർക്കേഴ്സാണ്. ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ പറയാതെയാണ് ഇവിടേക്ക് വന്നത്. സോ എന്നെ തിരികെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇവരെന്നെ ഫോളോ ചെയ്തത്. ഇപ്പൊ വീണ്ടും അവരെത്തിയിരിക്കുകയാണ്. എനിക്ക് വേറെ വഴിയില്ല, പോയേ പറ്റൂ. കൊനാമാരുവിനാണെങ്കിൽ കുറച്ച് വിഷമമൊക്കെ തോന്നും. മറ്റൊന്നും കൊണ്ടല്ല, അവളെ വിട്ടുപിരിയാനായിട്ട് ഇപ്പൊ കൊനാമാരുവിനെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ അവളാണെങ്കിൽ അവനെ നോക്കി ചിരിച്ച് ഒരു ടാറ്റൊക്കെ കാണിച്ച് നടന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കൊനോമാരു ആണെങ്കിൽ അവൾ കൊടുത്ത ടവല് നോക്കി അവളുടെ ഓർമ്മകളുമായി അങ്ങനെ നിൽക്കും. ബൊറൂട്ടോയും ടീമും ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ചോച്ചോയ്ക്കും സാറടയ്ക്കും ആണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പിടികിട്ടും. കൊനോമാരു ആളിപ്പോ ഒരു പ്രണയത്തിൽ വീണിരിക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് കാര്യം പിടികിട്ടും. ബൊറൂട്ടോ കൊനോമാരുവിനെയും കൂട്ടി എവിടേക്കോ പോവാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ബർഗറൊക്കെ വാങ്ങി ഇപ്പൊ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരും. അവളുടെ വീട് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അവള് ഭയങ്കര റിച്ച് ആയിരിക്കുമെന്ന്. അവരകത്തേക്ക് കടന്നു വരും. അപ്പോഴായിരിക്കും അവളൊരു കല്യാണ ഡ്രസ്സിൽ പുറത്തേക്ക് വരിക. അവളുടെ മുഖത്ത് ഇപ്പൊ പഴയ സന്തോഷമൊന്നുമില്ല. അവൾ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഇവിടേക്ക് വരാൻ പാടില്ല, ഇപ്പൊ തന്നെ
തിരികെ പോണം. അത് കേട്ട് ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാർ ഫ്രീസ് ആയി പോവും. അപ്പൊ ലോങ് ഷോട്ടിലായി ഏതോ ഒരുത്തൻ അവനിപ്പോ അവളെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.